ഹായ് ഡിയേഴ്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടപ്പുറം കോറാടൻ മുജീബിൻ്റെ വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്ന് കാണിക്കുന്നത്. 3200 സ്ക്വയർ ഫീറ്റിൽ 15 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ഹോം ടൂർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹോം ടൂർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വിശാലമായ 3 കിച്ചൺ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് ഇവിടുത്തെ 3 കിച്ചണുകളും കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഷോ കിച്ചണ്. 320 × 360 ഇതിൻ്റെ ഏരിയ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊള്ളിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതാ ഇവിടെയാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. ഹയറിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്കിലാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. LuxwayBuilders കൂട്ടിലങ്ങാടിയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ ഈ കിച്ചണിൽ ഈ ഒരു വാളിലായിട്ട് 3 കള്ളിയിൽ വരുന്നൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോക്ക് ബ്ലൈൻഡ് കർട്ടനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കർട്ടനും തന്നെ ആ ഒരു ഗ്രേ കളർ ടെക്സ്ചറിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കിച്ചൺ റാക്കിന് മുകളിലായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കും. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കിച്ചൺ കൗണ്ടറിന് താഴെയായിട്ട് പ്ലേറ്റ് ട്രേ, ഓയിൽ പുൾ ഔട്ട് തുടങ്ങി അത്യാവശ്യം വേണ്ട യൂണിറ്റുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു 5 പേർക്ക് തന്നെ ലാവിഷായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സൈസിലാണ് ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നാനോ വെയിറ്റ് കൗണ്ടർ ടോപ്പാണ് ഇതിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ ഫിക്സ്ഡ് ആക്കിയിട്ട് വെച്ചതല്ല, നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ടേബിളിൻ്റെ മുകളിലായിട്ട് വരുന്ന വാളിൽ 2 ഷോ പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിച്ചണിൽ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ ഏരിയ വരുന്നത് 130 × 230 ആണ്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ലെവൽ തന്നെയാണ് ഇതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഷോ കിച്ചൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലോട്ട് കിടക്കാം. അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് കിടക്കുന്ന ഈ ഡോറ് റെഡിമെയ്ഡ് ഡോറാണ്. 490 × 256 വർക്ക് ഏരിയയുടെ ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ വിറകടുപ്പോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിറകടുപ്പിന് അടുത്തായിട്ട് തന്നെയാണ് സ്റ്റൗവിനുള്ള സ്പേസ് കൂടെ കൊടുത്തിരിക്കുന്നത്. ചിമ്നി എല്ലാം കൊടുത്തിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റൗവിൻ്റെ ഗ്യാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതാ ഹോള് കൊടുത്തിട്ട് പുറത്തേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ സിങ്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അതിനായിട്ടൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടാണ് അത് ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഈ ഒരു വാളായിട്ട് ഇതാ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നതിനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഈ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നതിനുള്ള പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഈ ഒരു സ്പേസിലായിട്ട് അത്യാവശ്യം വെളിച്ചം കിട്ടുന്നതിനായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കിൽ GI പൈപ്പ് യൂസ് ചെയ്തിട്ട് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കിടക്കാം. വളരെ വിശാലമായൊരു സ്പേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാസേജ് കടന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ബാത്റൂമും അതുപോലെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കുന്നതിനുള്ള ഒരു ഏരിയ, പിന്നെ ഒരു കിച്ചൺ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വർക്ക് ഏരിയയുടെ വാളിനോട് ചേർന്നായിട്ട് ഒരു ഡിഷ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കിലാണ് അതിന് ഡോറ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഈ പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ പ്ലാനിൽ ഉൾക്കൊള്ളാത്ത ഒരു കിച്ചണാണിത്. ഓപ്പണായിട്ട് പുറത്തേക്ക് ഇറക്കി ഉണ്ടാക്കിയതാണ്, പിന്നീട് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഈ ഒരു കിച്ചൺ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബും ഇല്ലാതെ തന്നെ നമുക്ക് കുക്കിംഗ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും വളരെ സേഫ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാ ഒരു വിറകടുപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന വാൾ ടൈലാണ് ഇവിടുത്തെ വാളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഗ്രിൽസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രൂപത്തിലാണ് ഈ കിച്ചണിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഫ്ലോർ വർക്കിലാണെങ്കിൽ ഗ്രാനൈറ്റ് പീസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കിച്ചണും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനോട് ചേർന്നാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിരിക്കുന്നത്. അതുകൂടെ കണ്ടു നോക്കാം. റെഡിമെയ്ഡ് ഡോറുകളാണ് ഇതിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ടോയ്ലറ്റും ബാത്റൂമും എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ 3 കിച്ചണുകളും കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ഹോം ടൂർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ കാണാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.